ഇന്ന് നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ ഇതാണ് ഉസ്താദ് ചെയ്തു തന്നിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ നിന്ന് എന്താ ചെയ്യേണ്ടി അറിയോ? ആദ്യം നിന്ന് പറയുമ്പോൾ ഉറക്കനെ അ അലിഫ് ഫതഹ്. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇതിൻ്റെ ഉൾഭാഗത്തിലൂടെ ആദ്യം നിങ്ങൾ പെൻസിൽ കൊണ്ടൊന്ന് വരക്കണം. അപ്പം നിങ്ങൾ പെൻസിൽ ഇവിടെ വെച്ചിട്ട് നോക്കിക്കോളട്ടോ. ഇവിടെ വെച്ചിട്ട് നിങ്ങൾ നോക്കണതല്ല, എവിടക്കാ നോക്കണ്ടേ? പെൻസിൽ കൊണ്ട് നിറയെ നോക്കിക്കോളട്ടോ. അലിഫ് ഫതഹ് അ അലിഫ് ഫതഹ് അ. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടോ. അലിഫ് ഫതഹ് അ അലിഫ് ഫതഹ് അ. അപ്പൊ നോക്കാൻ നിങ്ങൾ എത്രമാതിരി അലിഫും ഫത്തുമാണ് നിങ്ങൾ കണ്ടപ്പോ. ഒരുപാട് അലിഫ് ഒരുപാട് ഫത്ത് നമ്മൾ എഴുതി. ഇതന്നെ ഈ രൂപം തന്നെ നിങ്ങൾ ശീലിക്കണം. ഇങ്ങനെ എന്ത് ചെയ്യണം? അലിഫ് ഫതഹ് അ. ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 കളർ എടുക്കട്ടോ. വീട്ടിൽ നിന്ന് ചെയ്യുന്ന രൂപം പറഞ്ഞോ. ഇഷ്ടമുള്ള കളർ എടുത്തിട്ടാ മുകളിൽ നിന്ന് അലിഫ് എഴുതുമ്പോ മുകളിൽ നിന്നുള്ള താഴേക്ക് കേട്ടോ. ബിസ്മില്ലാ. അലിഫ് ഫതഹ് അ. ഇനി വേറെ കളർ എടുത്തിട്ടോ. അലിഫ് ഫതഹ് അ. വേറെ കളർ എടുത്തിട്ടോ. അലിഫ് ഫതഹ് അ. കണ്ണങ്ങള് ഇപ്പൊ എന്തൊരു രസമുണ്ട് കാണാന്. പുറത്ത് കേൾക്കണോ? പുറത്ത് കേൾക്കണോ? ഇപ്പൊ ആദ്യം നമ്മൾ പെൻസിൽ കൊണ്ട് നിറയെ ഉള്ളുകൂടി എഴുതി പിന്നെ അതിന്റെ മേലെ കളറും കൊടുത്തു. ഇനി അതേപോലെ നിങ്ങൾ അലിഫിന് എഴുതണം, ഫതഹിന് എഴുതണം. എഴുതൂലേ? എങ്ങനെ? ആദ്യം പെൻസിലോട് ഇങ്ങനെ ഉൾഭാഗത്തൂടെ പിന്നെ കളർ കൊടുക്കുക. ഓക്കെ. അതിന്റെ താഴെ നിങ്ങൾക്ക് ഇതുപോലെ ഉസ്താദ് ചുവന്ന നിറത്തില് പെന്നോണ്ട് എഴുതി തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ദബുന്നേ കാണുള്ളൂ. അവിടെ ഒരു അക്ഷരം പോയിക്കണു. ഏതാ പോയിക്കണ്ട്? അതിനൊറ്റക്ക് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാൻ വയ്ക്കൂലേ? ആ എന്ന് എഴുതാൻ വയ്ക്കൂലേ? ആ എഴുതുമ്പോ ആദ്യം ആരെ എഴുതണ്ടി? അലിഫ് എന്നാ എഴുതണ്ടി? ഫത്ത് എന്ന് എഴുതണ്ടി? നല്ല കുട്ടികളെ നിങ്ങൾ. അപ്പൊ ആദ്യം നമ്മള് അലിഫ് കൊടുത്തു. ഇനിയാ ഫത്ത്. ഇപ്പൊ എന്താ വായിച്ച? ഇനി ഒക്കെ പാടെന്താ വായിക്ക? നല്ല കുട്ടികളെ നിങ്ങള്. അദബുൻ. അപ്പൊ അദബുൻ എന്നതിന്റെ ആദ്യത്തെ ഒരു അക്ഷരം അവിടെ ഉണ്ടാവില്ല. അത് നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതി കൊടുക്കണം. ഇനി ഇതെന്തിനാണ് അറിയാ? ഇതിന്റെ അടിക്ക് നിങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കുക. അവിടെ 2 or 3 വരെയൊക്കെ എഴുതാനേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ പറഞ്ഞ് അ അലിഫ് ഫതഹ് അ അലിഫ് ഫതഹ്. അതിങ്ങനെ അടിക്ക് എന്ത് ചെയ്യുക? 2 or 3 വട്ടം പറഞ്ഞ് എഴുതുക. ഇതാണ് നിങ്ങൾ നാളെ നോട്ട് ബുക്കിൽ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ ആ എന്ന് പറയാൻ ആരൊക്കെ വേണം നിങ്ങൾക്ക് മനസ്സിലാകും. അലിഫ് വേണം, ഫതഹ് വേണം. അലിഫിന്റെ മുകളിൽ ഫതഹ് ഇങ്ങനെ ഇട്ടെടുത്ത അ.